കുതമംഗലത്ത് കാട് കയറിയ നാട്ടാന സാധുവിനെ കണ്ടെത്തി. കാട് കയറിയിടത്ത് നിന്ന് ഏറെ അകലത്തിലല്ലാത്ത തേക്കിൻതോട്ടത്തിൽ നിന്നാണ് പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയത്. ആനയെ നാട്ടിലേക്ക് എത്തിക്കും. അങ്ങനെ കേരളത്തിലെമ്പാടും നിരവധി ആരാധകരുള്ള പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽ ആരംഭിച്ച തെരച്ചിൽ 10 മണിയോടുകൂടി വിജയകരമായി അവസാനിച്ചിരിക്കുകയാണ്. ആനയെ വളരെ വിജയകരമായി, വളരെ ശാന്തസ്വരൂപനായി സാധു, പുതുപ്പള്ളി സാധു, അവൻ്റെ പേര് തെളിയിക്കുന്ന രീതിയിൽ തന്നെ വളരെ ശാന്തനായി, സാധുവായി അതിൻ്റെ പാപ്പാന്മാരും അതിൻ്റെ ഉടമസ്ഥരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും എല്ലാ നിർദ്ദേശങ്ങൾ വളരെ വിനയത്തോടുകൂടി കേട്ട് അവർ കൊടുത്ത പഴം കഴിച്ച് വളരെ ശാന്തനായി ലോറിയിൽ കയറി പോകുന്ന ഒരു കാഴ്ച വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കാണാൻ സാധിക്കുകയാണ്. അതിൻ്റെ ഉടമസ്ഥൻ വ്യക്തമാക്കിയതുപോലെ തന്നെ അത് എല്ലാ കാലത്തും സാധുവായ ഒരു ആനയാണ്. നിരവധി ഉത്സവങ്ങളിൽ, നിരവധി ക്ഷേത്രങ്ങളുടെ തിടംപേറ്റിക്കൊണ്ട് നിരവധി ആരാധകരെ ഉണ്ടാക്കിയ ഒരു ആനയാണ് ഈ പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ആന. അത് ഒരു കാലഘട്ടത്തിൽ പോലും അക്രമ സ്വഭാവം കാണിച്ചിട്ടുള്ള ആനയല്ല. ഒരിടത്ത് പോലും ഇടഞ്ഞോടുകയോ പേടിച്ചോടുകയോ മറ്റ് ആളുകൾക്ക് ശല്യമുണ്ടാക്കുകയോ ചെയ്യാത്ത ഒരു ആനയാണ്. ഇന്നലെ ഷൂട്ടിങ്ങിനിടയിൽ തിരിച്ച് ഈ ലോറിയിലേക്ക് ആനകളെ കയറ്റുന്നതിനിടയിലാണ് മണികണ്ഠൻ എന്ന് പറയുന്ന ആന ഈ നിരന്തരമായി ഈ ആനയെ ആക്രമിക്കുകയും പുറകിൽ നിന്ന് കുത്തി പരിക്കേൽപ്പിച്ച് അത് അങ്ങനെ പേടിച്ച് തിരിച്ചാക്രമിക്കാനൊന്നും മുതിരാതെ തന്നെ അത് കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുകയാണ് ചെയ്തത്. പുറകെ നടന്ന് കാട്ടിലേക്ക് ഈ മണികണ്ഠൻ ആന എന്ന് പറയുന്ന ആന പുറകെ ഈ ആനയെ ഉപദ്രവിച്ച് കാട്ടിലേക്ക് പോയെങ്കിലും അത് തിരിച്ചു വന്നു. പക്ഷേ ഈ സാധു, പ്രത്യേകിച്ച് നിരവധി കാട്ടാനകളുള്ള ഒരു മേഖലയാണ് ഈ എടമലയാർ വനത്തിൻ്റെ പ്രദേശം. അതുകൊണ്ട് തന്നെ രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ കൃത്യമായി രാവിലെ 6 മണിക്ക് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. ആ തെരച്ചിലിലാണ് ഈ കാൽപ്പാടുകൾ നോക്കി, ആനയുടെ കാൽപ്പാടുകൾ നോക്കി തിരഞ്ഞു കൃത്യമായി 10 മണിക്ക് മുമ്പ് തന്നെ ആനയെ കണ്ടെത്തുകയും ആനയെ കൃത്യമായി അതിൻ്റെ നാട്ടിലേക്ക്, ഉടമസ്ഥൻ്റെ നാട്ടിലേക്ക് ആനയെ കോട്ടയത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഉടമസ്ഥനോടും നമ്മൾ സംസാരിച്ചു. ഉടമസ്ഥൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ, എന്തെങ്കിലും ഒരു ഭയമോ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഈ നിങ്ങൾ കണ്ടതുപോലെ വളരെ ശാന്തനായി ആന ഇതിൻ്റെ ഈ ലോറിയിലേക്ക് കയറില്ല. ഫോറസ്റ്റിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ സെർച്ചിന്. കൂടാതെ എലിഫൻറ്റ് സ്ക്വാഡിലെ ഒരു 10-15 പേരൂടെ ഇതിനോടുകൂടി ചേർന്നു. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട് പ്രിൻ്റ് കണ്ടു. അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് ആനയെ കണ്ടുകിട്ടിയത്. വേറെ കുഴപ്പങ്ങളൊന്നും ആനയ്ക്കില്ല. വേറെ ആന ഇതിൻ്റെ പുറകെ വന്ന് കുത്തിയോണ്ടാണ്, കുത്തിയിട്ട് ഒരു കുത്തുകൊണ്ടും നിന്നില്ല, പുറകെ നടന്ന് കുത്തുകാരും, അതുകൊണ്ടാണ് അത് ഓടിപ്പോയത്. ഇതിനു മുമ്പ് അങ്ങനെ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല ഈ ആന. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ചരിത്രങ്ങളൊക്കെ ഇവിടുത്തെ നോക്കിയാൽ മതി. ആന എഴുന്നള്ളിപ്പായിട്ടുള്ളത് ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആന. ഇത് ഷൂട്ടിങ് നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഈ കുത്തുന്ന ആനയുടെ കൂടെ അല്ലായിരുന്നു, നോർമലായിട്ടും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം പടത്തിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന. അപ്പോൾ ഇത് സംഭവിച്ചു. അപ്പോൾ നമുക്ക് അതിന് വേറൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇനി നടപടിക്രമം ഫോറസ്റ്റുകാർക്ക് ഇതിൻ്റെ പേപ്പറൊക്കെ കൊണ്ട് കാണിക്കണം. എല്ലാ പേപ്പറും ഉള്ള ആനയാണ്. കൂടാതെ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഷൂട്ടിങ്ങിനിവിടെ എത്തിയിരിക്കുന്നത്. ആന നമ്മൾ കോട്ടയത്തോട്ട് പോകും. അത് വളരെ സാവകാശം ലോറിയിലേക്ക് കയറി പോയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്ന എല്ലാ രേഖകളും ഇന്നലെ തന്നെ കാണിച്ചതാണ്. എല്ലാ അനുമതിയോടും കൂടി ഈ വന്യജീവി സംരക്ഷണ വകുപ്പിൻ്റെ അടക്കമുള്ള എല്ലാ അനുമതിയോടും കൂടിയാണ് ഈ ആനയെ ഷൂട്ടിങ്ങിന് അയച്ചത്. അങ്ങനെയുള്ള എല്ലാ രേഖകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട അധികൃതരെയും കാണിക്കും. മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ആനയ്ക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുക്കുവാൻ വേണ്ടി അതിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്.